വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇപ്പോൾ വരുന്ന വീഡിയോ അല്ല, 31 ഡിസംബറിൽ ഞാൻ പ്ലാൻ ആക്കിയ വീഡിയോ ആണ്. പക്ഷേ എനിക്ക് കുറച്ച് റീസൺസ് കാരണം ഈ വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് പ്ലാൻ ആക്കിയാലും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു കാരണം വരും. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു Q&A പോലെ ഇട്ടിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചിരുന്നു എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ നമുക്കൊരു വീഡിയോ പോലെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ 2025 ലാസ്റ്റത്തെ ഒരു Q&A പോലെ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നുള്ളൂ, കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകട്ടോ. എനിക്ക് കൺഫ്യൂഷനാണ്, ഇങ്ങോട്ട് നോക്കണോ അതോ ഈ ക്യാമറയ്ക്ക് നോക്കണോ. സെൽഫി വീഡിയോ ആയതുകൊണ്ട് എവിടേക്കെങ്കിലും ഞാൻ നോക്കിയിട്ട് പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ മുഖത്ത് ഇങ്ങനെ ടെൻഷൻ. എനിക്ക് തോന്നണു ഞാൻ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് അധികം ടെൻഷനൊന്നും വരില്ല. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ഞാൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റിൻഷ, ഞാനൊരു ECCA സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഈസ് ലൈഫ് എന്ന്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യന് ഞാൻ 2025 റിലേറ്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ. അപ്പോൾ 2025 കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു വർഷമാണ് 2025. കാരണം എനിക്ക് 2024 ഇപ്പോൾ എനിക്ക് 21 ആവാൻ പോണു എൻ്റെ ഏജ്. അപ്പോൾ ഈ 21 വർഷത്തിൽ എൻ്റെ ഓർമ്മ വെച്ച പ്രായം തൊട്ടിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത വർഷം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പറയും 2024 ആണെന്ന്. എനിക്ക് ആലോചിക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു ഇയറാണ്. അപ്പോൾ എനിക്ക് 2024 ലാസ്റ്റ് ആയപ്പോൾ എനിക്കൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ 2025 നല്ലൊരു ഇയർ ആവണം എന്ന്. അതിൽ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ACC റിലേറ്റ് ആയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മാർച്ചിൽ ടാക്സ് കഴിയണം. പിന്നെ ഫുൾ പ്ലാനിങ്ങോടെയാണ് കേട്ടോ ഞാൻ 2025 വന്നത്. പിന്നെ സെപ്റ്റംബറിൽ ജൂണിൽ FM, സെപ്റ്റംബറിൽ PM, ഡിസംബറിൽ AA ഇങ്ങനെ പോകണം എന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. അതൊക്കെ ഫുൾ എനിക്ക് അൽഹംദുലില്ലാ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെ എനിക്കൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു, ലോ പേപ്പർ എഴുതിയെടുക്കുക. പക്ഷെ അതെനിക്ക് ഞാൻ തുടങ്ങും, പാതിക്കെത്തുമ്പോൾ എന്തെങ്കിലും ഇതായിട്ട് സ്റ്റോപ്പാക്കും. ഇപ്പോഴും ഞാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ BCom എക്സാമൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ലോ പേപ്പർ അവിടെ വെച്ചിരിക്കുകയാണ്. ബാക്കിയൊക്കെ എനിക്ക് ACCA റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഈ 2025 നടന്നു. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര എനിക്ക് മടിയായിരുന്നു, എൻ്റെ വോയിസ് എല്ലാവരും കേൾക്കില്ലേ, വീഡിയോ എടുക്കാനൊരു മടിയൊക്കെ, ഒരു ചമ്മൽ ടൈപ്പ് ഓഫ് ആളായിരുന്നു ഞാൻ. പക്ഷേ അതൊക്കെ ഈ 2025 നടന്നു. എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ 1000+ ഫോളോവേഴ്സ് വന്നു, കുറേ മെസ്സേജുകൾ വന്നു. എനിക്ക് സ്ട്രേഞ്ചേഴ്സിന് മീൻസ് നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ പേടിയായിരുന്നു. പക്ഷേ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ACC റിലേറ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ തരുന്നു. എനിക്ക് അങ്ങനെ കുറേ കണക്ഷൻസ് കിട്ടി ഈ ഒരു ഇയർ. അപ്പോൾ എനിക്ക് 2025 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഇയർ എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 2024 പോലെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടിട്ട് എനിക്ക് തീരെ നടന്നിട്ടില്ല എന്നല്ല, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്ന ക്വസ്റ്റ്യന് എബൌട്ട് FR ആണ്. എനിക്ക് FR, FM, PM, AA ടാക്സ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ FRനെ കുറിച്ചിട്ടാണ് എനിക്ക് ഡൗട്ട് വരാറ്. FR എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് FA ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റാൻഡേർഡ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് FR എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ സബ്ജക്റ്റും FR, FM, PM, ടാക്സ്, AA അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. AA റിസൾട്ട് വന്നിട്ട് ഞാൻ ചെയ്യുള്ളൂ. കാരണം ജാനുവരിയിലാണ് ഇനി റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നിട്ട് പാസ്സായിട്ട് പറയുമ്പോൾ ഒരു വേറെ ധൈര്യമായിരിക്കുമല്ലോ. പക്ഷെ ബാക്കിയൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കും കേട്ടോ. FR എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ FR ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ ആൻസർ തരേണ്ടതെന്ന് അറിയില്ലടാ, വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. വിച്ച് ഈസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ്, അലയൻസ് ഓർ ലക്ഷ്യ ഓർ ട്രിപ്ലൈ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഇതിന് എന്താ ആൻസർ കൊടുക്കുക എന്നായി. കാരണം ഞാൻ അലയൻസത്തെ സ്റ്റുഡൻ്റാണ്. ഞാൻ ലക്ഷ്യയിലും പഠിച്ചിട്ടില്ല, ട്രിപ്ലൈയിലും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കമ്പയർ ആക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഞാൻ അലയൻസത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഏതാ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുമ്പോൾ ഞാൻ അലയൻസ് തന്നെ പറയുള്ളൂ. കാരണം നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല ക്ലാസ് ആണ്, നമ്മൾ നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എനിക്ക് അറിയില്ല, കാരണം ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. ബട്ട് അലയൻസ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നെനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. കാരണം അവിടുത്തെ ഫാക്കൽറ്റീസ് അത്ര അടിപൊളിയാണ്.
പിന്നെ വന്നത് ഏതാണെന്നറിയോ, CMA USA ആണോ ECC ആണോ ബെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കോഴ്സിന് കോഴ്സ് വെച്ചിട്ട് മറ്റു കോഴ്സ് ലൈക്ക് ബാഡ് ആക്കാൻ പാടില്ലല്ലോ. CMA കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാൻ റൈറ്റ് ഇല്ല, കാരണം ഞാൻ CMA USA പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ACCയും CMA USAൻ്റെ ഡ്യൂറേഷൻ ഏറ്റവും കുറവ് CMA USA ആണ്, 12 to 18 months ആണ്. പക്ഷേ ഞാൻ CMA USA പഠിച്ച കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ACC ആണ് കുറച്ചുകൂടി ബെസ്റ്റ് എന്നാണ്. കാരണം CMA USA പഠിച്ചിട്ട് ലൈക്ക് ACCയിലേക്ക് വരുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ലൈക്ക് പറയുന്നത് CMA USAനേക്കാളും കുറച്ചും കൂടി നല്ലത് ACC ആണെന്നാണ്. CMA USA ടാക്സും ഓഡിറ്റൊക്കെ അത്യാവശ്യം കുറവാണ് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇത് അന്വേഷിച്ചിട്ടാട്ടോ പറയുന്നത് ഇതിനുള്ള ആൻസർ, കാരണം എനിക്ക് അറിയില്ല CMA USAൻ്റെ സിലബസും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ACC ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഞാൻ അറിയാം CMA US ലൈക്ക് ACCയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ECC ആയിരിക്കും ബെസ്റ്റ് എന്നുള്ളത്. പക്ഷേ അങ്ങനെ നമ്മളൊരു കോഴ്സിനെ വെച്ചിട്ട് ഒരു കോഴ്സിനെ കമ്പയർ ആക്കാൻ പാടില്ല കേട്ടോ, കാരണം അത് പഠിക്കുന്ന സ്റ്റുഡൻസിന് അത് ഭയങ്കര ബാഡ് ആകും. അപ്പോൾ അതിന് CMA USക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ടാകും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും. ഈവൻ ACCക്ക് ആണെങ്കിലും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാക്കുന്നുണ്ട്, കാരണം ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുക, പഠിക്കാൻ തോന്നണില്ല, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പഠിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ എനിക്ക് പഠിക്കാൻ തോന്നാത്തത്, ഞാൻ കുറേ ഹവേഴ്സിലേക്ക് ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ കുറേ ഡേയ്സ് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും ലൈക്ക് പഠിക്കാൻ തോന്നാറില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ, ഒരു ഡേ ലൈക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുക, നിങ്ങളെ തന്നെ ലൈക്ക് റിലാക്സ് ആക്കുക, സിനിമ കാണുക, പുറത്തേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പിറ്റേ ദിവസം മുതൽ പഠിക്കാൻ പറ്റും. ഈ പഠിക്കാൻ തോന്നാത്ത സമയത്ത് ഇങ്ങനെ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചാൽ ഒന്നും ലൈക്ക് തലയിൽ കയറാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഒരു ഡേ ഫുൾ, എന്നിട്ട് നെക്സ്റ്റ് ഡേ മുതൽ പഠിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യമില്ലടാ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് പഠിക്കായിരുന്ന എന്തെങ്കിലും ലൈക്ക് നമ്മുടെ തലയിൽ കയറുമോ? അപ്പോൾ ഒരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്ത് പഠിക്കുക. പക്ഷേ ഈ ഒരു സംഭവം എക്സാം എടുക്കുമ്പോൾ ചെയ്യരുത് കേട്ടോ, സമയമില്ലാത്ത നേരത്ത് ചെയ്യരുത്. പിന്നെ വന്നത്, നമ്മൾ SBR പിള്ളേർക്ക് ഒരു ഗ്രൂപ്പ് ആക്കിയാലോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, SBR സ്റ്റുഡൻസിന് ലൈക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ SBR ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ആക്കാൻ കൂടിയും പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടെങ്കിലല്ലേ ഗ്രൂപ്പ് ആക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിത് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ വന്നത് സബ്സ്ക്രിപ്ഷൻ ഫീ എന്നാണ് പേ ചെയ്യേണ്ടതെന്നാണ്. ഇതിപ്പോൾ January 2 ആയി, January 1 ആണ് ലാസ്റ്റ് ഡേറ്റ്. എനിക്കറിയായിരുന്നു ഈ വീഡിയോ ലേറ്റ് ആവുമെന്ന്, അതുകൊണ്ട് ഞാൻ ലൈക്ക് ആൾക്ക് റിപ്ലൈ കൊടുത്തിരുന്നു കേട്ടോ ആ സംഭവം. ACC കഴിഞ്ഞാൽ പെട്ടെന്ന് ജോബ് കിട്ടുമോ? ഞാൻ ലൈക്ക് ജോബ് നോക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ സ്കിൽ ലെവല് ഇപ്പോൾ AA റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്കിൽ ലെവലിൽ ലോ പേപ്പർ ഒഴിച്ച് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ P ലെവലിൽ ഞാൻ എന്തായാലും ഒരു 2 പേപ്പറെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ജോബ് നോക്കാം എന്നൊരു മൈൻഡാണ്. ജോബ് നോക്കി തുടങ്ങുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഡിഫിക്കൽട്ടീസ് അറിയുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയണില്ല, കാരണം ഇൻ കേസ് ജോബ് ഇപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ശരിയാവാത്തവർ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്തായാലും ജോബ് കിട്ടും ACC പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവരെന്നെ വന്ന് കൊല്ലും. അതുകൊണ്ട് ജോബിനെ കുറിച്ച് ഞാൻ പറയണില്ല, കാരണം ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാൻ എനിക്കൊരു റൈറ്റ് ഇല്ല. FM സ്റ്റഡി ടിപ്സ് ആൻഡ് യുവർ സ്റ്റഡി റൊട്ടീൻ കേട്ടോ. FMനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, FMൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡി ഹബ്ബിൽ ലൈക്ക് റിലേറ്റ് ചെയ്ത് അതേ മോഡൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എനിക്ക് മെയിൻ എക്സാമിൽ ലൈക്ക് വന്നിരുന്നു. പിന്നെ കപ്ലാൻ്റെ സെക്ഷൻ C പാർട്ടില്ല, അതെല്ലാം ക്വസ്റ്റ്യൻസും ചെയ്താൽ ലൈക്ക് FM സെറ്റാണ്. കാരണം FMൽ എനിക്ക് സെക്ഷൻ Cയിൽ കപ്ലാൻ്റെ റിലേറ്റ് ചെയ്തിട്ട് അതേ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് എക്സാമിന് വന്നത്. അതാ ഞാൻ പറഞ്ഞു, കപ്ലാന് നല്ലോണം നോക്കിക്കോ സെക്ഷൻ Cയിൽ. സ്റ്റഡി ഹബ്ബ് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം, FMൻ്റെ FRൻ്റെ ഒക്കെ എന്തായാലും ഞാൻ ചെയ്യണ്ടേ. പിന്നെ എനിക്കിപ്പോൾ കൂടുതൽ ലൈക്ക് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് FRൻ്റെ ആണ് കേട്ടോ. ബാക്കി അധികം സബ്ജക്ട്സ് വന്നിട്ടില്ലെങ്കിലും FRൻ്റെ ആണ് എനിക്ക് അധികം വരാറ്. എന്തായാലും ഞാനത് വീഡിയോ ചെയ്യാം. ഇതിലെല്ലാവരും ജോബ് കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോബിൻ്റെ കാര്യം എനിക്ക് ലൈക്ക് പറയാനൊരു പേടി. എനിക്ക് ലൈക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ജോബ് നോക്കണതിൻ്റെ ആ ഫേസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ശരിക്കും ജോബ് എങ്ങനെയാ, എന്തൊക്കെ ചെയ്യണം കിട്ടാൻ, എന്തൊക്കെ വേണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ ACC നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ, ഓൺലൈൻ ക്ലാസ് എടുക്കണോ ഓഫ്ലൈൻ ക്ലാസ് എടുക്കണോ എന്നുള്ളതൊക്കെ. കാരണം എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇഷ്ടമാണ്, പക്ഷേ ചില ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഓൺലൈൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് പഠിക്കാനേ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൾട്ടീസ് അടുത്തുണ്ടാകും, അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് കുറേ ടൈം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ടൈം കിട്ടും. പക്ഷേ ഓഫ്ലൈന് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പേപ്പേഴ്സ് ഏത് ഓർഡറിൽ എടുക്കണം, എനി സജഷൻസ്? ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ സ്കില്ലിൽ ഒരുവിധം എല്ലാ പേപ്പറും കഴിഞ്ഞു, എൻ്റെ ലോ പേപ്പർ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. FR ടാക്സ് ഇത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. FR പേപ്പർ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ടാക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ FR വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തിയറി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എടുക്കാം. ഓക്കെ, തിയറി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ എൻ്റെ ആ സൈഡിൽ കൂടെ പോലും പോകണ്ട, നിങ്ങൾക്ക് വേഗം ടാക്സ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് FM എടുക്കാം. FM കഴിഞ്ഞാൽ എന്തായാലും PM എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഡബിൾ എടുക്കാം. ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി തിയറി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരുന്നു ഇഷ്ടം. ഡബിൾ എ പേപ്പർ ഞാൻ എടുത്തിട്ട് അതിലാണെങ്കിൽ ഫുള്ള് തിയറിയും ലൈക്ക് എഴുതലാണല്ലോ മെയിനായിട്ട്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര ലൈക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഡബിൾ എ ലൈക്ക് പഠിക്കുമ്പോൾ. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് ശരിയായത് ഡബിൾ എ. അപ്പോൾ നിങ്ങൾക്ക് തിയറി ഇഷ്ടമല്ലെങ്കിൽ ഡബിൾ എ ലാസ്റ്റിക്ക് മാറ്റി വെച്ചോട്ടോ, അതാണ് നല്ലത്. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര കോമഡിയാണ്. ACC എന്തിനാ ഇത്രയും ടഫാക്കണേന്ന്? ഇത് ഞാനും പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇതെനിക്ക് മെയിനായിട്ട് ചോദിക്കാൻ വന്നത് എൻ്റെ PMൻ്റെ പേപ്പർ കണ്ടപ്പോഴാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ്. ഞാൻ ഇതുവരെ കാണാത്ത ടോപ്പിക്കായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്. അപ്പം ഞാൻ ഇതന്നെ ചോദിച്ചിരുന്നു, എന്തിനെങ്ങനെ ടഫാക്കണു ഇവർ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കണു ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ലൈക്ക് ഞാൻ ആൻസർ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് അയക്കാം കേട്ടോ. പേഴ്സണലായിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഞാൻ എല്ലാം ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജിന് ലൈക്ക് റിപ്ലൈ കൊടുക്കലുണ്ട്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ ശരിക്കും ഇപ്പോൾ വരുന്ന വീഡിയോ അല്ലായിരുന്നു, 31 ഡിസംബറിൽ വരേണ്ടതായിരുന്നു. ഞാൻ ലൈക്ക് ഈ വീഡിയോ ഇടുമ്പോൾ പ്ലാൻ ആക്കിയതാടാ ഇതിൻ്റെ ലാസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയണം, ഇവിടെയൊക്കെ ഫുൾ പടക്കം പൊട്ടിക്കണ ഇമോജി ഒക്കെ ഇടണം എന്ന്. പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഞാൻ എല്ലാം പേപ്പറിൻ്റെയും വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരും. FRൻ്റെ തന്നെ ഞാൻ ലൈക്ക് ഫസ്റ്റ് ഇടാം കേട്ടോ, കാരണം എനിക്ക് FRൻ്റെ ആണ് കുറച്ചും കൂടി വരാറ് ക്വസ്റ്റ്യൻസൊക്കെ. എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ആക്കാനും സംഭവം എനിക്ക് അറിയൂല. ഇങ്ങനെ ബാക്കിയൊക്കെ കുഴപ്പമില്ല, എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് എന്നെ തന്നെ നോക്കണോ അത് ഈ ക്യാമറേനെ നോക്കണോ എന്നുള്ളത്. അതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ആ കൺഫ്യൂഷൻ മാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ആൻഡ് ഈ ചാനലൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.